السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا محمد. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുപോലെ അവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാര്, നമ്മുടെ സഹോദര സഹോദരിമാര്, നമ്മുടെ ഭാര്യ മക്കൾ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാവർക്കും ഹബീബിന്റെ ജിവാറിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹനീയമായ മിഫ്താഹുൽ ഹുദ എന്ന മഹനീയ സ്ഥാപനം, അതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ചീലാനി അനുസ്മരണ പരിപാടി അൽഹംദുലില്ലാഹ് ദീനി സംരംഭങ്ങൾക്ക് വളരെ സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന ഒരു നാടാണ് മൂലംകേരിയുള്ളത്. നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഇമാം ഹൈദർ സഖാഫി ഉസ്താദ് അവറുകൾ നമുക്കറിയാം, പ്രാസ്ഥാനിക മേഖലയിൽ സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന ഒരു മഹൽ വ്യക്തിയാണ്. അൽഹംദുലില്ലാഹ് ഈ നാടിനും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൊയ്തിച്ച മൂടമ്പൈ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത്രയും സാന്ത്വന പ്രവർത്തനങ്ങളും പ്രാസ്ഥാനിക രംഗത്ത് വളരെ സ്തുത്യർഹമായ സേവനം ചെയ്തു മനസ്സുകളിൽ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ്. ഉസ്താദ് അവറുകൾക്കും നമ്മുടെ സെക്രട്ടറിയും അതേപോലെ തന്നെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പിന്നിൽ ആരൊക്കെയോ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ സദസ്സിലേക്ക് പല നിലക്കും സഹായിച്ച് സഹകരിച്ച രക്ഷിതാക്കളും കുട്ടികളും ഉമ്മപെങ്ങന്മാരും നാട്ടുകാരും കമ്മിറ്റി ഭാരവാഹികളുമുണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം ആഖിറത്തിലും ദുനിയാവിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാന്മാരെ അനുസ്മരിക്കുന്ന സദസ്സാണ്. നമുക്കറിയാം, റബീഉൽ അവ്വൽ എന്ന പരിശുദ്ധമായ ഒരു മാസം നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. ആ മാസത്തിൽ 1 മുതൽ 30 വരെ നമ്മുടെ ജീവിതം മുഴുവനും നമ്മുടെ വിദ്യാർത്ഥികൾ, ചെറിയ ചെറിയ പിഞ്ചോമന മക്കൾ മുതൽ വയോവൃദ്ധന്മാരടക്കം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് മദ്ഹുകൾ, പ്രകീർത്തനങ്ങൾ പാടിയും പുകഴ്ത്തിയും അവിടുത്തെ മഹബത്ത് കരസ്ഥമാക്കിയവരാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹബത്ത് അത് ഈമാനാണെന്നാണ് നമുക്ക് ഹബീബ് തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ചെറിയ പിഞ്ചുമക്കൾ പാടുന്നത് നാം കേൾക്കാറുണ്ട്. ലാ യുഅ്മിനു അഹദുൻ ബില്ലാഹി ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള അദമ്യമായ സ്നേഹവും അവിടത്തോടുള്ള മഹബത്തും അത് ഒരു മനുഷ്യന്റെ ഈമാനിന് പൂർണ്ണത നൽകുന്നതാണ്. അതില്ലാതെ ഒരിക്കലും ഈമാൻ പൂർത്തിയാവുകയില്ല. ആ മഹബത്ത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടതാണ്. അള്ളാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ.
ഒരു മനുഷ്യന്റെ, ഒരു അടിമയുടെ ഖൽബിൽ എന്നോടുള്ള മഹബ്ബത്ത് അലിഞ്ഞു ചേർന്നിട്ടുണ്ടെങ്കിൽ, ഞാനുമായിട്ടുള്ള ബന്ധം അവന്റെ ഖൽബിലുണ്ടെങ്കിൽ, ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവന്റെ ശരീരത്തെ ആളിക്കത്തുന്ന ഭയാനകരമായ നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഹബീബ് തങ്ങൾ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അവിടുത്തെ ഉമ്മത്തിന്റെ വിജയവും അവിടുത്തെ ഉമ്മത്തിന്റെ സ്വർഗ പ്രവേശനവുമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മതാ അൽകാ ഇഖ്വാനി, എന്റെ കൂട്ടുകാരെ ഞാൻ എപ്പോഴാണ് കണ്ടുമുട്ടുന്നത്? എപ്പോഴും ഇടക്കിടക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുകൊണ്ടിരിക്കും, മതാ അൽകാ ഇഖ്വാനി, എന്റെ കൂട്ടുകാരെ ഞാൻ എപ്പോഴാണ് കാണുന്നത്? അപ്പോൾ അവിടുത്തെ സ്വഹാബാക്കൾ ചോദിക്കുന്നു, ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരോട് സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, അലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളൊക്കെയും അവിടുത്തെ ഇഖ്വാനീങ്ങളല്ലയോ, അവിടുത്തെ കൂട്ടുകാരല്ലയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലാ, നിങ്ങൾ ഒരിക്കലും എന്റെ കൂട്ടുകാരല്ല, ബൽ അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ സച്ചരിതരായ സ്വഹാബാക്കളാണ്. എന്റെ ജീവിതത്തിൽ നിങ്ങൾ എന്റെ ജീവിതം മുഴുവനും കണ്ടുപഠിച്ചവരാണ്, എന്റെ കൂടെ ജീവിതത്തിൽ വളർന്നവരാണ്, എന്നെ മുഴുവനുമായി നിങ്ങൾ സേവിച്ചവരാണ്. എന്നെ കാണാനും എന്റെ പ്രവർത്തനങ്ങൾ കാണാനും എന്നെ കണ്ടുമുട്ടാനും എന്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങളൊക്കെയും. നേരിട്ട് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഉൾക്കൊണ്ടതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വഇഖ്വാനി, എന്റെ കൂട്ടുകാര്, അല്ലദീന ആമനൂ ബി വലം യറൗനി, എന്റെ കൂട്ടുകാരുണ്ടല്ലോ, അവർ എന്നെ കൊണ്ട് വിശ്വസിച്ചവരാണ്, എന്നെ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചവരാണ്. വലം യറൗനി, എന്നെ അവർ ജീവിതത്തിൽ കണ്ടിട്ടില്ല, എന്റെ കൂടെ അവർക്ക് ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല, എന്റെ കൂടെ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്റെ മറവിലിരുന്ന് വർഷങ്ങൾ കഴിഞ്ഞ് എന്നെ അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്നവരാണ് എന്റെ ഇഖ്വാനീങ്ങൾ. ആ ഇഖ്വാനി എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിനെ എപ്പോഴും ഓർക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നമ്മോട് കാണിച്ച മഹബത്ത് അത് ചില്ലറ മഹബത്തൊന്നുമല്ല. അതുകൊണ്ടാണ് നാമൊക്കെയും പിഞ്ചോമന മക്കൾ പറയുന്നത്, ചെറിയ ഉമ്മയും ചെറിയ പിഞ്ചോമന മക്കൾ വളരെ പാടുന്നു, ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമുക്ക് വലുതാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം നമുക്ക് വേണ്ടി ജീവിച്ച നബി, നമ്മെ സ്നേഹിച്ച, നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ആ ഒരു ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എത്ര മഹബത്ത് വെച്ചാലും അത് തീരുകയില്ല. ആ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നു, കുല്ലു ഹസബിൻ വനസബിൻ മുൻകതിയുൻ യൗമൽ ഖിയാമ ഇല്ലാ ഹസബി വനസബി, എല്ലാ പരമ്പരയും എല്ലാ തറവാടും അവസാന ദിവസത്തിൽ മുറിഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഇല്ലാ ഹസബി വനസബി, എന്റെ പരമ്പരയും എന്റെ തറവാടും അതൊരിക്കലും മുറിയുന്നതല്ല. ഖിയാമത്ത് ദിവസം കഴിഞ്ഞാലും അതിന് സ്ഥാനമാനങ്ങളുണ്ട്, അവർക്ക് പദവികളുണ്ട്, അവർക്ക് മഹത്വങ്ങളുണ്ട്. അവരെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകൂല. അവരുടെ തറവാടുകളോ അവരെ കുടുംബ സിൽസിലകളോ നഷ്ടപ്പെട്ടു പോകുന്നതല്ല. അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹു തആല നമുക്ക് അനുഗ്രഹമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്ത് എന്നുള്ളത് നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ കുടുംബ സന്തതികൾ
അവർക്കുള്ള മഹത്വം വേറെ ഏത് ഗോത്രക്കാർക്കോ ഏത് മനുഷ്യർക്കോ അല്ലാഹു തആല നൽകിയിട്ടില്ല. അത് അല്ലാഹു തആല ഹബീബ് തങ്ങളിലൂടെ നമുക്ക് നൽകിയ വലിയ വരദാനമാണ്. ആ അഹ്ലുൽ ബൈത്തിന്റെ ശൃംഖലയിൽപ്പെട്ട വലിയ മഹാനാണ്. അത്യുന്നതിയിലേക്ക് ഔലിയാക്കന്മാരുടെ രാജാവായി വിരാജിക്കുന്ന ഖുതുബുൽ അഖ്താബായ അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മാസമാണ്. അവരെയാണ് നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രായം മുതൽ തന്നെ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരാൻ പോകുന്ന കുഞ്ഞിനെ പ്രവചിക്കുകയും അവിടുത്തെ മദ്ഹുകൾ പറയുകയും അവിടുത്തെ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കറാമത്ത് കാണിക്കുകയും ജീവിതം മുഴുവനും ഉദാത്തമായ വളരെ സുന്ദരമായ ആളുകളെല്ലാം കൊതിച്ചു പോകുന്ന സുന്ദരമായ ഒരു വിജയത്തിന്റെ സുന്ദരമായ ഒരു ജീവിതം കാഴ്ചവെച്ച എല്ലാ ഔലിയാക്കന്മാരുടെയും മുകളിലായി പദവികൾ കരസ്ഥമാക്കിയ വലിയ മഹത്വമുള്ള വലിയൊരു പണ്ഡിതനും വലിയുമാണ് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അവരെ അനുസ്മരിക്കുന്ന സദസ്സാണ്. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അവരെ സന്തതിയിൽപ്പെട്ട അഹ്ലുൽ ബൈത്തിൽപ്പെട്ട താജുൽ ഉലമ എന്ന് പറയുന്ന നമ്മുടെ നൂറ്റാണ്ടിൽ ജീവിച്ചു വളർന്ന ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ എല്ലാമായ ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ അനുസ്മരിക്കുന്ന സദസ്സാണ്. തീരുന്നില്ല. ഒരു പുരുഷായുസ് മുഴുവനും സമൂഹത്തിന് വേണ്ടി സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച നൂറുൽ ഉലമ എന്ന ഒരു ടൈറ്റിൽ വാങ്ങി അതാ മഹത്തായ തെക്കൻ ഇന്ത്യയിൽ അറിയപ്പെട്ട മഹനീയ ജാമിയ സാദിയ റബിയ എന്ന മഹത്തായ സ്ഥാപനത്തെ കെട്ടിപ്പടുത്തുയർത്തിയ മദ്രസ പ്രസ്ഥാനത്തിന് ചുക്കാണ് നൽകിയ ദീനീ പ്രബോധന രംഗത്ത് വലിയൊരു നവോത്ഥാന പടയാട്ടം നൽകിയ വലിയൊരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നൂറുൽ ഉലമ. അവരെയും അനുസ്മരിക്കുന്ന സദസ്സാണ്. ചില്ലറ സദസ്സൊന്നുമല്ല. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, ദുല്ലനി അലാ അമരിൻ അതഖറബു ബിഹി ഇലാ റബ്ബി അസ്സ വജൽ. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു അറാബിയായ മനുഷ്യൻ വന്ന് ചോദിക്കുന്നു, ദുല്ലനി അലാ അമരിൻ, ഒരു അമല് ഒരു പ്രവർത്തനം എനിക്ക് കാണിച്ചു തരണം. അതഖറബു ബിഹി ഇലാ റബ്ബി അസ്സ വജല്ല, ഖാലിഖായ റബ്ബ് എനിക്ക് ഭക്ഷണങ്ങള് പാനീയങ്ങൾ തരുന്ന റബ്ബ്, എന്റെ ജീവിതം ആകമാനം ചലനങ്ങള് എല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബിലേക്ക് അടുക്കാൻ ആ റബ്ബിന്റെ സാമീപ്യം ലഭിക്കാൻ എനിക്കൊരു അമല് പറഞ്ഞു തരണം എന്ന് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അവിടുന്ന് മറുപടി കൊടുക്കുന്നു, ഖാല അഹ്ബിബ് ഔലിയാ അല്ലാഹ്, ഓ മനുഷ്യ, നീ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെടണം, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കൊണ്ടു നടക്കണം, അവരുമായിട്ടുള്ള ബന്ധം പുലർത്തണം, അവരെ ധാരാളം ഇഷ്ടപ്പെടണം. എന്തിനാണ് ലിയുഹിബ്ബൂക, നീ അവരുമായിട്ടുള്ള ബന്ധം പുലർത്തിയാൽ, അവരുമായിട്ടുള്ള നിരന്തരമായ സംഘർഷണത്തിലൂടെ അവരെ ബന്ധം പുലർത്തിയാൽ, അവരുമായുള്ള ഒരു കണക്ഷൻ നീ ഉണ്ടാക്കി വെച്ചാൽ അവര് നിന്നെ ഇഷ്ടപ്പെടും കേട്ടോ, അവര് നിന്നെ ഇഷ്ടപ്പെടും. ആ ഇഷ്ടം കാരണം അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ ഇനായത്തിന്റെ അവര് അല്ലാഹുവിന്റെ നോട്ടം ലഭിക്കുന്നവരാണ്, അവരെ ഖൽബിലേക്ക് അല്ലാഹുവിന്റെ നോട്ടം ലഭിക്കുന്നവരാണ്. ഫലഅല്ലഹു അയ്യൻദുറ ഇലാ ഇസ്മിക ഫീ ഖൽബി വലിയിഹി, യക്കാലം അല്ലാഹു തആല ആ വലിയന്റെ ഖൽബിൽ പതിഞ്ഞ നിന്റെ പേരെങ്ങാനും അല്ലാഹു കണ്ടുപോയാൽ
അല്ലാഹുവിന്റെ ഇനായത്തിന്റെ നവറിൽ അല്ലാഹു തആല കണ്ടുപോയാൽ സുബ്ഹാനല്ലാഹ് ഫയഗ്ഫിറു ലക, ആ മഹാന്റെ ഖൽബിലുള്ള പേര് ആരൊക്കെയുണ്ടോ അവരൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ് മഹാന്മാര്, മശായിഖന്മാര്, പണ്ഡിതന്മാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. അത് ജീവിതത്തിലെ വലിയ വിജയത്തിനുള്ള നിദാനമാണ്. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ-ബിസ്താമി റളിയല്ലാഹു അൻഹു വലിയ സൂഫി വര്യനാണ്. അദ്ദേഹം പറയുന്നു, പുറത്തു വിട്ടാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര തെറ്റുകളാണ് നാം ചെയ്യുന്നത്. ഒരു ദിവസത്തിൽ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ കൈ കൊണ്ട്, നമ്മുടെ കാല് കൊണ്ട്, നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ ആന്തരികമായ അവയവങ്ങളെ കൊണ്ട് നാം ഒരു ദിവസത്തിൽ ചെയ്യുന്ന തെറ്റുകൾ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ ഒരുപാട് തെറ്റിന്റെ ഭാണ്ഡവുമായിട്ടാണ് നാം നടക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന തെറ്റുകൾക്ക് മഗ്ഫിറത്ത് വേണോ, പൊറുക്കൽ വേണോ, മഹാന്മാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെ, അവരുടെ പേര് പറയൽ, അവരുടെ ചരിത്രങ്ങൾ പറയൽ, അവരെ സ്മരിക്കൽ, അവരെ മദ്ഹുകൾ പാടലെല്ലാം മിനൽ ഇബാദ, ആരാധനയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ മുക്കാൽ ഭാഗവും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഹിസ്റ്ററിയാണ്, ചരിത്രങ്ങളാണ് അതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്വാലിഹീങ്ങളെ പറയുക, അവരെ പുകഴ്ത്തുക, അവരെ അനുസ്മരിക്കുക, അവരെ ജീവിതമൊന്ന് കണ്ടുപഠിക്കുക, അത് വായിക്കുക, അത് ഉൾക്കൊള്ളുക, എല്ലാം മിനൽ കഫാറ, അത് പുറത്തു തരുന്നതാണ് എന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഇന്ന ദിക്രി സ്വാലിഹീന തൻസിലുർ റഹ്മ, അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ സജ്ജനങ്ങളെ ഒരു സദസ്സിൽ അവരെ പാടുകയും അവരെ പേര് ചൊല്ലുകയും അവരെ മദ്ഹുകൾ പാടുകയും ചൊല്ലുകയും പ്രകീർത്തനങ്ങൾ പാടുകയും ചെയ്താൽ തൻസിലുർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത് ആ സദസ്സിൽ വർഷിക്കും, ഇറങ്ങുമെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇരുന്നത് ചില്ലറ സദസ്സൊന്നുമല്ല. ആരും വിചാരിക്കത് മണിക്കൂറുകളോളം ഇരുന്ന് എന്റെ വിലപ്പെട്ട സമയങ്ങൾ കളഞ്ഞു എന്ന് ആരും വിചാരിക്കരുത്. വളരെ അല്ലാഹുവിന്റെ ഭവനമാകുന്ന പള്ളിയിൽ ബൈത്തുൽ ഇഅ്തികാഫ് എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് നാം ഇവിടെ ഇരുന്ന് ഈ വൈജ്ഞാനിക സദസ്സിൽ ഇരിക്കുന്നത് വലിയ പുണ്യകർമ്മമാണ്, മഗ്ഫിറത്തിനുള്ള കാരണമാണ്, വിജയത്തിനുള്ള നിദാനമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരെ, ഔലിയാക്കന്മാരെ അനുസ്മരിക്കുക. ഔലിയാക്കന്മാരുടെ നേതാവായ അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആരാണ്? ബഹുമാനപ്പെട്ടവർ ഇറാനിലെ ജീലാനി എന്നുള്ള സ്ഥലത്താണ് അവരുടെ ജന്മം. അവരുടെ വഫാത്ത് ഇറാഖിലെ ബഗ്ദാദി എന്നുള്ള സ്ഥലത്താണ്. 90 വയസ്സ് ജീവിച്ചു. 4 ഭാര്യന്മാരാണ് ഷെയ്ഖ് ജീലാനിക്കുള്ളത്. 49ഓളം മക്കളും. ബഹുമാനപ്പെട്ടവർ 18 വർഷം ഇറാനിലെ ജീലാനി എന്നുള്ള സ്ഥലത്ത് ജീവിക്കുകയും പിന്നീട് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി നാട് വിട്ട് ഇറാഖിലെ ബഗ്ദാദി എന്നുള്ള പ്രസിദ്ധമായ നാട്ടിൽ 73 വർഷം അവിടെ നിന്ന് ചെലവഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ 2 ആളുടെയും സന്താന പരമ്പരയിൽ പെടുന്ന ഒരു വ്യക്തിയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബൂ സ്വാലിഹ് മൂസ ജംഗി ദോസ്ത് എന്നറിയപ്പെടുന്ന വലിയൊരു സ്വാലിഹായ മനുഷ്യൻ. ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ വിശന്ന ജീവിതത്തോടെ വല്ലാണ്ട് വിശപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഭക്ഷണങ്ങൾ കഴിക്കാൻ ഭക്ഷണമില്ലാതെ
വിശപ്പോടുകൂടി അതാ ഒരു പുഴക്കരയിലൂടെ നടക്കുകയാണ്. പുഴക്കരയിലേക്ക് പോയി ഇവിടെ നിന്ന് ഒതുകൊടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അപ്പോഴതാ വെള്ളത്തിൽ ഒഴുകി വരുന്ന ഒരു അട്ടിപ്പയം ഒഴുകി വരികയാണ്. ഒരു ബഹുമാനപ്പെട്ടവരെ ആലോചിക്കാതെ അത് എടുത്ത് കഴിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അത്രയും വിശപ്പ് സഹിക്കാൻ കഴിയാതെ ആ അത്തിപ്പഴം അവിടെ നിന്ന് എടുത്ത് കഴിക്കുകയാണ്. കഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് ചിന്തിക്കുന്നത്, ഞാൻ ആരുടെ പഴമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്, ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ള പഴമാണ്. വായിലേക്ക് കൈയിട്ട് അവിടെ നിന്ന് കാർപ്പിച്ച് തുപ്പിക്കൊണ്ട് മഹാനവറുകൾ അതിന്റെ ഉടമയെ തേടി നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവർ ചെറിയൊരു അത്തിപ്പഴം തിന്നതിന്റെ പേരിൽ അതിന്റെ ഉടമയെ തേടി നടക്കുന്നു. എത്ര ഹറാമുകളാണ് നാം ഭക്ഷിക്കുന്നത്, എത്ര അന്യവന്റെ മുതലുകളാണ് നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് കടക്കുന്നത്. നാം ആലോചിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? അന്യവന്റെ മുതല് അത് ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കാതെ സമ്പാദിക്കുന്നവർ, ബിസിനസ് നടത്തുന്നവർ, ഏറ്റുകുറവുകൾ നടത്തിക്കൊണ്ട് കളവ് പറഞ്ഞ് ഒരുപാട് സാമ്പത്തികമായ ഇടപാടുകൾ വീഴ്ചകൾ വരുത്തി നമ്മുടെ ഭാര്യയെയും മക്കളെയും തീറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു നമ്മെ കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സ്വാലിഹ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പോവുകയാണ്. ഉടമയെ തേടി പോയി സുബ്ഹാനല്ലാഹ് കണ്ടെത്തുന്നു. ആ തോട്ടത്തിന്റെ ഉടമയെ കണ്ടെത്തുന്നു. ആ തോട്ടത്തിന്റെ ഉടമയോട് പറയുന്നു, ഞാനൊരു അത്തിപ്പഴം വെള്ളത്തിൽ ഒഴുകി വന്നത് തിന്നു കഴിഞ്ഞു. അത് അങ്ങയോട് പൊറുക്കൽ ചോദിക്കാൻ വേണ്ടി, അങ്ങയോട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി വന്നതാണ്. ബഹുമാനപ്പെട്ടവർ, ആ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു, അത് ഞാനാണ് പറയേണ്ടത്, അതിന്റെ നഷ്ടപരിഹാരം പറയേണ്ടത് ഞാനാണ്. എനിക്കൊരു അത്തിപ്പഴത്തിന്റെ തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ നീ ദിവസങ്ങളോളം ജോലി ചെയ്യണം, അതാണ് അതിനുള്ള നഷ്ടപരിഹാരം എന്ന് ബഹുമാനപ്പെട്ട ശൈഖ് അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു പറയും. അവർക്കൊരു പ്രശ്നമല്ല, ചെറിയ അത്തിപ്പഴത്തിന് വേണ്ടി അവർ ദിവസങ്ങളോളം തോട്ടത്തിൽ കയറി അവർ ജോലി ചെയ്തു. കാരണം അല്ലാഹുവിന്റെ വചനമാണ്, അല്ലാഹുവിന്റെ പൊരുത്തമാണ് അവർ ആഗ്രഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ദിവസങ്ങളോളം ജോലി ചെയ്ത് അതാ തനിക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളെല്ലാം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവര് അതാ തോട്ടത്തിന്റെ ഉടമയെ സമീപിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞിരിക്കുന്നു. തോട്ടത്തിന്റെ ഉടമ പറയുകയാണ്, തീർന്നിട്ടില്ല, എനിക്കൊരു മകളുണ്ട്. ആ മകൾക്ക് കൈയില്ല, കാലില്ല, കേൾവി ശക്തിയില്ല, സംസാര ശേഷിയില്ല. ആ പെണ്ണുമോളെ അങ്ങ് കല്യാണം കഴിക്കണം. എന്തൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ! ജീവിതം മുഴുവനും ഒന്നിച്ച് പാർത്ത് ഒന്നിച്ച് കിടന്ന് നാം സന്തോഷിക്കേണ്ടതും നാം കുടുംബ ജീവിതം നയിക്കേണ്ടതുമായ ഒരുപാട് ഭാവി സ്വപ്നങ്ങളോടുകൂടെ നാം വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവർ നാം ആലോചിക്കുന്നത് സുന്ദരിയായ ഒരു ഇണയെയാണ്, സാമ്പത്തികമായ ഒരു ഇണയെയാണ്. എല്ലാ കൈയും കാലും എല്ലാം പൂർണ്ണതയുള്ള, എല്ലാ നിലക്കും പൂർണ്ണത പ്രാപിച്ച ഒരു ഇണയെയാണ് ഞങ്ങൾ തേടാറുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷവും ആനന്ദവും ആ ഒരു കുടുംബ ജീവിതത്തിലാണ്. അത് ഒരു ദിവസമോ ഒരു മാസമോ വർഷമോ ജീവിക്കേണ്ടവരല്ല, വർഷം മുഴുവനും ഇണയായി സ്വീകരിക്കേണ്ട ഒരു പെണ്ണിനെ പറ്റി പറയുന്നു. കൈയില്ലാത്ത, കണ്ണില്ലാത്ത, ചെവിയില്ലാത്ത, കാലില്ലാത്ത ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് സമ്മതം കൊടുക്കുകയാണ്, ഞാൻ കെട്ടിക്കോളാം. കാരണം അവർക്ക് ലക്ഷ്യം അല്ലാഹുവാണ് അവരുടെ ലക്ഷ്യം. ഒരുങ്ങുന്നു, അങ്ങനെ കല്യാണ ചടങ്ങുകളെല്ലാം നടക്കുന്നു. സുബ്ഹാനല്ലാഹ്, അതാ മണിയറയിലേക്ക് ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു.
കടന്നു വന്നപ്പോ സുന്ദരിയായ, നല്ല കയ്യും കാലും, നല്ല ചെവിയും, നല്ല കേൾവി ശക്തിയും, നല്ല സംസാര ശേഷിയുമുള്ള സുന്ദരിയായ ഒരു പെണ്ണിനെയാണ് റൂമിൽ കാണുന്നത്. തിരിച്ചങ്ങ് മടങ്ങി പോകുന്നു. അതാ തോട്ടത്തിന്റെ ഉടമയോട് പറയുന്നു, നിങ്ങൾ പറഞ്ഞ പെണ്ണല്ല മണിയറയിലുള്ളത്. അവിടെന്ന് പറയുകയാണ്, തോട്ടത്തിന്റെ ഉടമ പറയുന്നു, എന്റെ മകള്, അവള് ഹറാം ചെയ്യാത്ത കയ്യാണ്, ഹറാമുമായി സ്പർശിക്കാത്ത കാലാണ്, ഹറാമ് കേൾക്കാത്ത ചെവിയാണ്, ഹറാമ് കൊണ്ട് സംസാരിക്കാത്ത നാവാണ്. അവളുടെ ജീവിതത്തിൽ ഹറാമ് ചെയ്തിട്ടില്ല, ഹറാം എന്തെന്നറിയില്ല. ആ നിലക്ക് വളരെ സൂക്ഷ്മമായി ജീവിച്ച ഒരു സ്ത്രീയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരുപാട് വർഷമായി എന്റെ മകൾക്ക് വളരെ നല്ല ഒരു ഇണയെ ഞാൻ തേടി നടക്കുന്നത്. അൽഹംദുലില്ലാഹ്, വളരെ സൂക്ഷ്മത, ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കുന്ന ഒരു നല്ല ഒരു ഇണയെയാണ് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. രണ്ടുപേരും വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുകയും രണ്ടും അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച നല്ല കുടുംബമാണ് കേട്ടോ. ആ കുടുംബത്തിൽ അല്ലാഹു തആല കനിഞ്ഞേകിയ പിഞ്ചോമന കുട്ടിയാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓർക്കേണ്ടതുണ്ട്, നമ്മുടെ മക്കൾക്ക് ഇണകൾ നേടുമ്പോ തറവാടും സാമ്പത്തികവും സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ പദവികൾ ആലോചിച്ചുകൊണ്ട് ദീനീ ബോധമുള്ള ചെറുപ്പക്കാരാണോ, ദീനീ ബോധമുള്ള കുടുംബമാണോ, ദീനീ ബോധമുള്ള പെൺകുട്ടിയാണോ എന്ന് ചിന്തിക്കാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയാണോ എന്ന് ആലോചിക്കാതെ എന്തെങ്കിലും നൈമിഷികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മകളെയും മക്കളെയും കെട്ടിയയക്കുന്ന രക്ഷിതാക്കൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ, അത് നമുക്ക് അവരുടെ പേരിൽ ബാധ്യതയുണ്ട്. അവര് കണ്ടവരെ പിന്നാലെ കെട്ടിച്ചയക്കേണ്ടവരല്ല. ദീനീ ബോധമുള്ള, എല്ലാം ശരിയാണ്, സാമ്പത്തികം ഉണ്ടായിക്കോട്ടെ, തറവാടുകൾ ഉണ്ടായിക്കോട്ടെ, എല്ലാ നിരക്കുമുള്ള ഭംഗിയും എല്ലാം ഉണ്ടായിക്കോട്ടെ, ദീനീ ബോധമുള്ള മക്കളാകണം. ദീനീ ബോധമുള്ള കുടുംബത്തിൽ നിന്ന് ഇണയെ സ്വീകരിക്കണം. ദീനീ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ മുറുകെ പിടിക്കുന്ന കുടുംബത്തിലേക്കാണ് നാം കെട്ടിച്ചേക്കേണ്ടത്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇന്നാരും അത് ശ്രദ്ധിക്കാറില്ല. ഒരുപാട് കുടുംബങ്ങളെ നാം കാണുന്നുണ്ട്. കുടുംബങ്ങളെല്ലാം വഹാബികളാണ്. പറയുന്നത് ചക്കന് മോശമില്ല, സുന്നിയാണ്. മകളെ കെട്ടിച്ചയക്കുന്നു, കുടുംബം മുഴുവനും മകനെ കെട്ടിച്ചയക്കുന്നു. ആ കുടുംബം മുഴുവനും വഹാബിയാണ്, വിദഅത്തിന്റെ കക്ഷികളാണ്. അവസാനം ആ കെട്ടിച്ചയക്കപ്പെട്ട പെണ്ണും ആണും അതാദർശം മറന്നു യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരുപാട് രംഗങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണേ ഉമ്മമാരെ, രക്ഷിതാക്കളെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ആ സുന്ദരമായ കുടുംബത്തിലൂടെ വളർന്നു വരുന്ന ആ കുഞ്ഞി. മഹാന്മാര് പറയുന്നു, മുൻദു മിഅത്തി സനത്തിൻ മിൻ ഖബ്ല മീലാദി അശ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി കാനത് മുകാശഫാതു ലികതീരിൻ മിനൽ ഔലിയാഇ വൽ ആരിഫീൻ ബിവിലാദതി ഹാദൽ ഖുത്ബിൽ കരീം. 100 വർഷങ്ങൾക്ക് മുമ്പ് കാലഘട്ടത്തിലുള്ള മശായിഖന്മാർക്ക്, ഔലിയാക്കന്മാർക്ക് വരാൻ പോകുന്ന ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വളരെ നല്ല നിരക്കുള്ള അവിടത്തെ വരാൻ പോകുന്ന ശൈഖിനെ കുറിച്ച് അവർ മുൻകൂട്ടി അറിഞ്ഞവരാണ്. ഔലിയാക്കന്മാരുടെ നേതാവാണ്, ഖുതുബുൽ അഖ്താബാണ് എന്ന് മുൻകൂട്ടി കണ്ടവരാണ് എന്ന് മാത്രമല്ല, കാലഘട്ടത്തിന്റെ പണ്ഡിതന്മാർ, കാലഘട്ടത്തിന്റെ ഔലിയാക്കന്മാർ ബഹുമാനപ്പെട്ട ശൈഖ് അവരുടെ ആ വരവിനെ കുറിച്ച് വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്ന്
മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില്ലറക്കാരനല്ല ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. ആരാ കാത്തിരിക്കുന്നത്? അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ ഔലിയാക്കന്മാര്, ഔലിയാക്കളുടെ നേതാവായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കാത്തിരിക്കുന്നു, അവരുടെ വരവിനെ കാത്തിരിക്കുന്നു. അങ്ങനെയുള്ള മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാഹ് കാലഘട്ടം കാതോർത്തതുപോലെ, കാത്തിരുന്നതുപോലെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഫാത്തിമ എന്ന ഒരു മഹ്ദിയും അബൂ സാലിഹ് എന്ന വലിയ മഹാനും ഒരു ജന്മം നൽകി. ജന്മം അതാ പിച്ചോമന മകനായി ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹുവിനെ നൽകുന്നു. വളരെ താരോലിച്ച്, വളരെ നല്ല നിലക്ക്, നല്ല ആത്മീയത നൽകിക്കൊണ്ട് പിച്ചോമന മകനെ വളർത്തി വരുന്നു. ഉമ്മക്കറിയാം, ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് കറാമത്തുകൾ അവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട്. വളർന്ന പിഞ്ചോമന മകൻ ചില്ലറക്കാരനല്ല, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മഹൽ വ്യക്തിയാണെന്ന് ഉമ്മക്കറിയാം. ബഹുമാനപ്പെട്ട മഹ്ദി അവர்கள் അതാ വളർത്തേണ്ട രീതിയിൽ വളർത്തി വരുന്നു. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം, ചെറിയ മക്കളാകുമ്പോ അവർക്ക് ചില കുരുത്തക്കേടുകൾ ഉണ്ടാകാം. ചെറിയ മക്കൾ അങ്ങനെയാണ്. അവരെ കയ്യിൽ ചിലപ്പോ കോലെടുത്ത് പലതും തയ്ക്കും, പലതും ചിലപ്പോ ദർസുകളിലുള്ള കുട്ടികളും ചെറിയ വിദ്യാർത്ഥികളും ചിലപ്പോ ഹൗദിലുള്ള ടാപ്പ് പൊട്ടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നശിപ്പിക്കും, വീടുകൾക്ക് കല്ലെറിയും, മാവുകൾക്ക് കല്ലെറിയും. അങ്ങനെ ചില കുരുത്തക്കേടുകൾ അത് സ്വാഭാവികമാണ്, ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്നതാണ്. ആ രീതിയിൽ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പശുവെ വായിച്ചാരെ ഇതിനോ പാടച്ചെന്ന് പശു പറഞ്ഞോവാർ. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അതാ കുട്ടിക്കാലമാണ്, പുറത്തിറങ്ങി നടക്കുമ്പോ ഒരു പശുവിനെ കണ്ടു. ആ പശുവിന്റെ അടികൊടുത്ത് ആ പശുവിനെ അവിടുന്ന് ആട്ടി ഓടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവരോട് അതാ പശു അവിടുന്ന് സംസാരിക്കുന്നു, അല്ലയോ അബ്ദുൽ ഖാദിർ എന്നവരെ, അങ്ങയെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇതിനാണോ പടച്ചിട്ടുള്ളത്? ഇതിനോ പാടച്ചെന്ന് പശു പറഞ്ഞോവാർ. പശു ചോദിക്കുകയാണ്, അങ്ങയുടെ ജീവിതം ഇതിന് വേണ്ടിയിട്ടാണോ? ആളുകളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ? ശല്യം ചെയ്യാൻ വേണ്ടിയിട്ടാണോ? സുബ്ഹാനല്ലാഹ്. പശുവിന്റെ വാക്ക് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കൽബിൽ പതിഞ്ഞു പോയി. അവിടെ നിന്ന് ചിന്തിച്ചു പോയി, എന്തൊരു അത്ഭുതമാണ്! അതാ ബുദ്ധിയും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു പശുവല്ലേ എന്നോട് സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല വലഖദ് കറംനാ ബനി ആദം, ആദം സമൂഹത്തെ നാം ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ബുദ്ധിയും അവർക്ക് വിദ്യാഭ്യാസവും നൽകിയിട്ടുണ്ട്. അതിന്റെ പേരിൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു നൽകി, അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച വർഗമാണ് മനുഷ്യർ. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, ബുദ്ധിയില്ലാത്ത ഒരു പശു എന്നോട് ഉപദേശം പറയുകയാണോ? പ്രിയപ്പെട്ടവരെ, ആ പശു നൽകുന്ന പാഠം ചില്ലറയല്ല, അത് വലിയ പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും ഉദാത്തമായ ഒരു രീതിയാണ്. നമ്മെ കൊണ്ട് ആരും ബുദ്ധിമുട്ടിലകരുത്, ഞങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്. നാവ് കൊണ്ടോ, എന്റെ കൈ കൊണ്ടോ, എന്റെ കാലുകൊണ്ടോ, എന്റെ ജീവിതം കൊണ്ട് ഒരൊറ്റ വ്യക്തിയെയോ, ഒരൊറ്റ മൃഗത്തെയോ, ഒരൊറ്റ അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കുടുംബ ജീവിതത്തിൽ എത്ര ആളുകളെ കലഹങ്ങൾ ഉണ്ടാക്കുന്നത്? ഭാര്യന്മാരോട്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട്, മാതാപിതാക്കള് മക്കളോട്, മക്കള് മാതാപിതാക്കളോട്, കുടുംബങ്ങള് അയൽവാസികള്, ബിസിനസ് മേഖലയിൽ പാർട്ട്ണർഷിപ്പായി ജോലി ചെയ്യുന്നവർ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹല്ലത്തുകളിൽ പരസ്പരം കുറവുകളും വൈരാഗ്യങ്ങളും കാണിച്ച് അന്യവരെ കുറവ് പറഞ്ഞുകൊണ്ട് നിസ്സാരപ്പെടുത്തുന്ന, നിസ്സാരമായി കാണുന്ന പ്രവർത്തനങ്ങൾ, വാക്കുകള്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സംഭവിക്കുന്നുണ്ട്.
അതുകൊണ്ടല്ലേ ഇവിടെ ഒരുപാട് വർഗീയ, ഒരുപാട് പ്രശ്നങ്ങൾ, കലഹങ്ങൾ, കൊലകൾ നടക്കാനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നാം പത്രങ്ങൾ വായിച്ചവരാണ്. ചെറിയ സ്ഥലത്തിന്റെ പേരിൽ, ചെറിയ നിസ്സാര കേസിന്റെ പേരിൽ സ്വന്തം മക്കളെ തീയിട്ട് കൊലപ്പെടുത്തുന്ന മാതാപിതാക്കൾ, സ്വന്തം മക്കളെ കൊലപ്പെടുത്തുന്ന, സ്വന്തം പിതാവിനെ കൊല ചെയ്യുന്ന മക്കൾ. എന്തൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ! ഇതെല്ലാം നമ്മുടെ നാവും നമ്മുടെ ജീവിത രീതികളെ കൊണ്ടാണ് വരുന്നത്. ഒരിക്കലും ആർക്കും നാം ഉപദ്രവം നൽകിക്കൂടാ. അയൽവാസികൾക്ക് എന്നെ കൊണ്ട് ഒരു നിലക്കുമുള്ള ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല എന്ന് ചിന്തിക്കേണ്ടവരാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരാൾക്കും ഒരു കറ എന്നിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് ശപഥം ചെയ്യേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമകും മൻ ഫിസ് സമാ. പ്രിയപ്പെട്ട ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഭൂമുഖത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളോടും നിങ്ങൾ കരുണ കാണിക്കണം. അവരോട് മയമായുള്ള പെരുമാറ്റം പെരുമാറണം. അവരോട് കൃപ കാണിക്കണം. അവരോട് നല്ല വാത്സല്യത്തോട് പെരുമാറണം. കാരണം യർഹമകും മൻ ഫിസ് സമാ, ആകാശ ലോകത്തിന്റെ അധിപനായ റബ്ബ് നിങ്ങൾക്ക് കരുണ ചെയ്യണോ, നിങ്ങൾക്ക് കൃപ ചെയ്യണോ, നിങ്ങളോട് കാരുണ്യം കാണിക്കണോ. അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ, അത് നിന്റെ അയൽവാസികളാവട്ടെ, നിന്റെ കുടുംബ അംഗങ്ങളാവട്ടെ, നിന്റെ വീട്ടുകാരാവട്ടെ, നിന്റെ ജ്യേഷ്ഠാനുജന്മാരാവട്ടെ, നിന്റെ കുടുംബത്തിൽപ്പെട്ടവരാവട്ടെ, നിന്റെ നാട്ടിൽപ്പെട്ടവരാകട്ടെ, അത് മൃഗങ്ങളാവട്ടെ, പക്ഷികളാവട്ടെ, കരുണ കാണിക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പൂച്ചയോട് കരുണ കാണിച്ചതിന്റെ പേരിൽ നിസ്സാരമായ ഒരു പ്രവർത്തനമാണ്. പൂച്ചയോട് കരുണ കാണിച്ചതിന്റെ പേരിൽ, ദാഹിച്ച പൂച്ചക്ക് വെള്ളം കോരി കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരുപാട് നിസ്കാരങ്ങൾ, നീണ്ട നോമ്പുകൾ, നീണ്ട ദിക്റുകൾ, തഹ്ലീലുകൾ ചൊല്ലിയിട്ട് അന്യവനെ ഉപദ്രവിക്കുന്ന, അന്യവന്റെ കുറവ് പറയുന്ന, ലാ തത്ലുബു ഐബ അഖീകും, നിന്റെ കൂട്ടുകാരനെ കുറിച്ച് ഒരു കുറവും പറയില്ല എന്ന് ഹബീബ് തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. കാരുണ്യത്തിന്റെ വാതിലുകളാണ് നാം തുറന്നു കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അതാണ് ആ പശു നമുക്ക് പഠിപ്പിക്കുന്ന പാഠം. ബഹുമാനപ്പെട്ടവർ ഉൾക്കൊണ്ടു. ജീവിതത്തിൽ ആ ഉദാത്തമായ ആ ഒരു മെസ്സേജ് തന്റെ കൽബിൽ പതിഞ്ഞു. തന്റെ മാതാവിന്റെ അരികിലേക്ക് പോവുകയാണ്. ഉമ്മ, ബുദ്ധിയും സംസാരശേഷിയും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു പശു എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞ വാക്ക്, ഓ അബ്ദുൽ ഖാദിറെ, ഇതിനാണോ നിന്നെ പടച്ചിട്ടുള്ളത് എന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. ഉമ്മയും ചിന്തിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, മകന്റെ ജീവിത രീതികൾ മാറിപ്പോയി. കളികളില്ല, തമാശകളില്ല. പടച്ച റബ്ബിലേക്ക് കൽബ് തിരിക്കുന്നു. അതിനുള്ള എല്ലാ വത്താശകളും മഹദി അവിടുന്ന് ചെയ്തു കൊടുക്കുകയാണ്. ഉമ്മ ചെയ്തു കൊടുക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു. മകന്റെ ആത്മീയമായ ചിന്താലോകത്തേക്ക് ആവശ്യമായ സർവ്വതും ഉമ്മ ഒരുക്കി കൊടുക്കുകയാണ്. മകനിക്ക് താല്പര്യം അതാ അങ്ങകയിലുള്ള ബഗ്ദാദ് എന്നുള്ള പ്രസിദ്ധമായ നാട്. ഒരുപാട് മഹാന്മാര്, ഒരുപാട് ഔലിയാക്കന്മാര്, പണ്ഡിതന്മാര് വിരാജിക്കുന്ന പരിശുദ്ധമായ ബഗ്ദാദിലേക്ക് ചെല്ലണം. അവിടുത്തെ മഹാന്മാരിൽ നിന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമ പഠിക്കണം. അവരെ കണ്ട് അവരെ ബറക്കത്തുകൾ കരസ്ഥമാക്കണമെന്നുള്ള വിചാരമാണ്. ഒരുങ്ങുന്നു, ഉമ്മയെല്ലാം ഒരുക്കി കൊടുക്കുന്നു. അതാ ബഗ്ദാദിലേക്കുള്ള പുറപ്പാടിലാണ്. മകൻ ബഗ്ദാദിലേക്ക് 1000ഓളം കിലോമീറ്ററുകളോളം ദൂരമുള്ള ആ ഒരു ദീർഘമായ യാത്ര ചെയ്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിക്കുകയും അല്ലാഹുവിന് വേണ്ടി ജീവിക്കുകയും സ്വന്തം ഉമ്മയെയും ഉപ്പയെയും നാടും എല്ലാം വീടും വിട്ടുകൊണ്ട് ഇലാ ഹളറത്തി ബഗ്ദാദ്,
ബഗ്ദാദിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്! ഒരുപാട് വാത്സല്യത്തോടെ പോറ്റി വളർത്തിയ മകൻ, ഒരുപാട് സ്നേഹത്തോടെ വളർത്തിയ മകൻ, ആ മകനെ പറഞ്ഞേക്കുകയല്ലേ. നൊന്ത മനസ്സോടുകൂടെ, വിഷമത്തോടുകൂടെ ഉമ്മ യാത്രത്തിന് വേണ്ടി എല്ലാം സജ്ജീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉമ്മ പറയുകയാണ്, അതാ പൊട്ടിപ്പോകുന്ന മനസ്സോടുകൂടെ, വേദനിക്കുന്ന മനസ്സോടുകൂടെ, നമ്പരങ്ങൾ കടിച്ചു പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നൽകിയ ഉപദേശം, വല്ലതും നിന്റെ ജീവിതത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, വല്ല കാര്യങ്ങളും നീ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ പരമേൽപ്പിക്കുക, അള്ളാഹുവിനെ സർവ്വതും സമർപ്പിക്കുക എന്ന ഉദാത്തമായ വചനം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. വമൻ യതവക്കൽ അലയ്യ ഫഹുവ ഹസ്ബീ, ആരെങ്കിലും എന്നെ മേൽ അതാ പരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു വീട് പണി തുടങ്ങുമ്പോ, ഒരു സ്ഥലം വാങ്ങുമ്പോ, മകളുടെ കല്യാണാലോചന നടത്തുമ്പോ, മകന്റെ കല്യാണ ആലോചന നടത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, നാം ഒരു ബിസിനസ് തുടങ്ങുമ്പോ, നാം ഒരു ജോലി തുടങ്ങുമ്പോ, പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുമ്പോ, പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ പാഠം ഉൾക്കൊള്ളണം. അല്ലാഹുവിനെ സമർപ്പിക്കണം കേട്ടോ, അല്ലാഹുവിനെല്ലാം കേൾപ്പിക്കണം. അല്ലാഹുവാണ് മുഅ്തി, അല്ലാഹുവാണ് നൽകുന്നവൻ, ഖജനാവിന്റെ അധിപൻ അല്ലാഹുവാണ്. അതുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിനെ ബലമേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിജയത്തിന് അല്ലാഹ് മതി. പ്രിയപ്പെട്ടവരെ, ഈ ആശയം ഉൾക്കൊണ്ട ഉമ്മ കുട്ടിയുടെ ഭാവിയെ ചിന്തിച്ചില്ല, കുട്ടിയുടെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചില്ല, കുട്ടിയുടെ വീടും കുട്ടിയുടെ ആർഭാട ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാതെ ബഹുമാനപ്പെട്ട മഹദി അവർകൾ എന്റെ ഖിയാമത്ത് നാൾ വരെ വളർത്തിയ ആ ഓമന പുത്രനെ യാത്രയാക്കുകയാണ്, ഖിയാമത്ത് നാൾ വരെ ഈ മുഖം കാണാനില്ല എന്ന നൊന്ത മനസ്സോടുകൂടെ ഒരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായി കുട്ടിയുടെ ചെലവിന് വേണ്ടി 40 സ്വർണ്ണ നാണയം ആ കുട്ടിയുടെ ഒരു കോന്തലിൽ തുന്നിപ്പിടിപ്പിക്കുകയാണ് ഉമ്മ പറഞ്ഞേക്കുകയാണ് മകനെ. എന്തൊരു അത്ഭുതമാണ്! നമുക്കൊന്ന് ഇത് ആലോചിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ജീവിതത്തിൽ കാണാനില്ല. ഈ നിലക്ക് പഠനത്തിന് വേണ്ടി മകൻ അയക്കുന്നു. സുബ്ഹാനല്ലാഹ്, അതിന് എല്ലാ മനസ്സോടുകൂടെ തയ്യാറായി. ബഹുമാനപ്പെട്ടവർ അതാ 40 ദീനാർ കൊടുത്ത് ബഹുമാനപ്പെട്ടവരോട് അതാ ബഗ്ദാദിലേക്ക് അയക്കുകയാണ്. അയക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മ നൊന്ത് വളർത്തിയ മകനോട് അവസാനത്തെ ഒരു ഉപദേശം അവിടെ നിന്ന് കൈമാറുകയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് ദീനീ ബോധം ഉണ്ടാക്കി കൊടുത്ത ഉമ്മ എന്റെ ജീവിതത്തിൽ കാണാനില്ലാത്ത മകനോട് വളരെ മൂല്യമേറിയ, വളരെ അമൂല്യമായ ഒരു ഉപദേശം കൊടുക്കുകയാണ്. നല്ല ഒരു ഉപദേശം കൊടുക്കുന്നു. കളവ് പറയല്ല എന്നും ചെന്നാരെ, കള്ളന്റെ കയ്യേല് പൊന്നെ കൊടുത്തോ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അതാ ഉമ്മ ഉപദേശിക്കുകയാണ്. ഓ പിഞ്ചോമന മകനെ, അങ്ങേക്കുള്ള യാത്രയപ്പിന്റെ അവസാന നിമിഷത്തിലുള്ള ഉപദേശം, അങ്ങ് കളവ് പറയാൻ പാടില്ല. 40 ദീനാർ കൊടുത്തിട്ട് പറയുകയാണ്, കളവ് പറയരുത്. സത്യസന്ധമായ ജീവിതം എപ്പോഴും വേണം. സത്യസന്ധത ജീവിതത്തിൽ വേണം. പരിശുദ്ധ ഖുർആന് പഠിപ്പിച്ചതുപോലെ
നിങ്ങൾ സത്യസന്ധരായ ആളുകളോട് സഹവസിക്കണം കേട്ടോ. ജീവിതത്തിൽ എപ്പോഴും സത്യസന്ധത നിങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, അലൈക്കും ബിസ്സുദഖ്, നിങ്ങൾ സത്യസന്ധത മുറുകെ പിടിക്കണേ. ഫൈന സിദ്ഖ യഹ്ദീലൽ ബിർ, കാരണം സത്യസന്ധത എന്നുള്ളത് യഹ്ദീലൽ ബിർ, അത് നന്മയിലേക്ക് നയിക്കുന്ന പ്രവർത്തനമാണ്. ഫൈനൽ ബിർ യഹ്ദീലൽ ജന്ന, സത്യ ബിർ എന്നുള്ളത്, ഗുണം എന്നുള്ളത് യഹ്ദീലൽ ജന്ന, നിന്നെ സ്വർഗത്തിലേക്ക് നയിക്കാനുള്ള നിമിത്തമാണ്, നിന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സത്യസന്ധരായി ജീവിക്കണം. സത്യസന്ധത നമ്മുടെ പ്രവർത്തനത്തിന്റെ നികല മേഖലകളിലും, നമ്മുടെ എല്ലാ വഴിപാട്ടുകളിലും, എല്ലാ ബിസിനസ് മേഖലകളിലും, എല്ലാ പ്രവർത്തനങ്ങളിലും സത്യസന്ധത വളരെ അനിവാര്യമായ കാര്യമാണെന്ന് ഹബീബ് തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കേണ്ടതുണ്ട് സത്യസന്ധതയുള്ള ആ ഒരു ഉപദേശം. പ്രിയപ്പെട്ടവരെ, നമുക്കും രക്ഷിതാക്കളാണ്, നമുക്ക് ഒരുപാട് മക്കളുണ്ട്. നമ്മുടെ മക്കൾ അല്ലാഹു തആല നൽകിയ വലിയ സമ്പത്താണ്. അല്ലാഹു നൽകിയ, അല്ലാഹു കനിഞ്ഞേകിയ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ മക്കൾ. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്നത്, നാം അധ്വാനിക്കുന്നത്, നാം കഷ്ടപ്പെടുന്നത്, നാം ചിന്തിക്കുന്നത്, നാം പ്രവർത്തിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവരാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് വേദനകൾ, ഒരുപാട് ദുഃഖങ്ങൾ കടിച്ചിറക്കിക്കൊണ്ട് മകനിക്ക് വേണ്ടി ഭക്ഷണത്തിനും മകന്റെ പഠനത്തിന് വേണ്ടിയിട്ടും മകന്റെ എല്ലാത്തിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ വളർത്തേണ്ട രീതി അത് ചില്ലറയൊന്നുമല്ല. മക്കളെ വളർത്തേണ്ട രീതി നാം പഠിച്ചു വെക്കണം. വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട മേഖലയാണ് നമ്മുടെ പിഞ്ചോമന മക്കൾ. ചെറിയ ഇളം പ്രായമുള്ള മക്കളെ വളർത്തി വരിക എന്നുള്ളത്. പ്രാഥമികമായ പഠനം ലഭിക്കുന്നത് ഉമ്മാന്റെയും ഉപ്പാന്റെയും മടിത്തട്ടിൽ നിന്നാണ് എന്നുള്ള ബോധം നമുക്ക് വേണം. ആ മക്കളെ വളർത്തി വരേണ്ടത് നാം അവരോട് കൈമാറേണ്ട വാക്കുകൾ, അവരോട് സംസാരിക്കേണ്ട രീതികൾ, അവരെ മുമ്പിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷ്മമായി തന്നെ ചെയ്യണം. അവരെ മുമ്പിൽ ചീത്ത വിളിക്കരുത്, മോശമായ വാക്കുകൾ വന്നു പോകരുത്. അതേപോലെ തന്നെ മോശമായ പ്രവർത്തനങ്ങൾ മക്കളെ മുമ്പിലിരുത്ത് ചെയ്യരുത്. മക്കളെ വളർത്തുമ്പോ പ്രിയപ്പെട്ടവരെ നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. ദീനീ ബോധമുള്ള മക്കളായി വളർത്തണം. ദീനീ ബോധമുള്ള മക്കളായി വളർത്തണം. പ്രിയപ്പെട്ടവരെ, സ്വന്തം മാതാപിതാക്കള് അല്ലാഹ് സുബ്ഹാനല്ലാഹ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മാതാപിതാക്കൾ അഴിഞ്ഞാടുന്ന രീതി അതാ മക്കൾക്കും പഠിപ്പിക്കുകയാണ്. തലയിൽ ഷോള് വേണമെന്നില്ല, ഔറത്ത് മറക്കണമെന്നില്ല. അതാ സ്വന്തം മകള്, സ്വന്തം മക്കള് യൂട്യൂബിൽ ചെന്ന്, അതാ ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് പ്രമോ വീഡിയോ ഉണ്ടാക്കി, അതാ പ്രായപൂർത്തി എത്തിച്ച മക്കള് അതാ ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ നൈമിഷികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ചെറിയ വ്യൂസിന് വേണ്ടിയിട്ട്, സപ്പോർട്ടിന് വേണ്ടിയിട്ട് അതാ മാറിമറക്കാതെ അന്യ സ്ത്രീയുടെ മുമ്പിൽ, അന്യ പുരുഷന്റെ മുമ്പിൽ അവയവങ്ങൾ കാണിച്ചുകൊണ്ട് വീഡിയോകൾ സെൻഡ് ചെയ്യുമ്പോ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്. ആഖിറത്തിൽ നമുക്ക് എതിരായി സാക്ഷി നിൽക്കുന്ന ഒരു ഗതികേട് നമ്മിൽ നിന്ന് വന്നു പോകാൻ പാടില്ല. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ വളരെ സൂക്ഷ്മമായി ആലോചിക്കണം. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെയും പഠിപ്പിച്ചത്. അവ്വലു വാജിബിൻ, ബഹുമാനപ്പെട്ട ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ പറയുന്നത് കാണാം. അവ്വലു വാജിബിൻ അലൽ ആബാഇ തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഇത ബിമക്കത വദുഫിന ബിൽ മദീന വമാത ബിഹാ. വളർന്നു വരുന്ന പിഞ്ചോമന മകനിക്ക് പഠിപ്പിക്കണം.
ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എന്റെ നബിയോട്. ലാ യുഅ്മിനു അഹദുൻ ബില്ലാഹി ഇല്ലാ ബിഹുബ്ബി റസൂലില്ലാഹ്. എന്ത് സുന്ദരമായ വചനമാണ്, എന്തൊരു ആശയമാണ് പ്രിയപ്പെട്ടവരെ. കുട്ടികളുടെ മനസ്സിൽ കൊടുക്കേണ്ടത് അത്തരം നല്ല ആശയങ്ങളാണ് മഹാന്മാര് പഠിപ്പിക്കുന്നു. ചെറിയ ഇളം പ്രായമുള്ള മക്കളോട് അവര് റോൾ മോഡലായി കൊണ്ടുവരേണ്ടത് ഏതെങ്കിലും പിക്ചറിന്റെ, ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് താരകനെയല്ല, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു തമ്മാടിയല്ല അവൻ റോൾ മോഡലായി കൊണ്ടുവരേണ്ടത്. എല്ലാത്തിനും മാതൃക കാണിച്ച ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അവിടുത്തെ പേരും അവിടുത്തെ ജന്മനാടും അവിടെ മക്കയിലാണ് ജനിച്ചത്. അവിടുന്ന് വഫാത്തായത് മദീനയിലാണ്. അവിടുന്ന് ഇന്ന് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് മദീനയിലാണ് എന്നിങ്ങനെ ഹബീബ് തങ്ങളെ പറയുകയും പഠിപ്പിക്കുകയും ഇളം പ്രായത്തിൽ റോൾ മോഡലായി സ്വീകരിക്കാൻ നാം പഠിപ്പിക്കേണ്ടത് നബി തങ്ങളെയാണ്. ആ രീതിയിലാണ് നമ്മുടെ മക്കളെ വളർത്തി വേണ്ടത്. പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്താണ്. അത് പാഴാക്കി പോകരുത്, അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശം സത്യം പറയണം, കളവ് പറയല്ല എന്നും ചെന്നാരെ. കള്ളന്റെ കയ്യിൽ പൊന്നെ കൊടുത്തോവർ കളവ് പറയാൻ പാടില്ല. രക്ഷിതാക്കളെ, എത്ര പേരാണ് കുട്ടികളെ കളവ് പറയാൻ പഠിപ്പിക്കുന്നത്? സ്വന്തം ഉസ്താദിന്റെ മുമ്പിൽ വന്ന് മദ്രസ ലീവാക്കിയതിന്റെ പേരിൽ, സ്കൂള് ലീവാക്കിയതിന്റെ പേരിൽ മക്കളോട് കളവ് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, കളവ് പറയാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ ചില ഇടപെടലുകളിൽ മക്കളോട് കളവ് പറയാൻ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രേരേപ്പിക്കുന്ന എത്ര രക്ഷിതാക്കളാണ് ഉള്ളത്? കളവിന്റെ ഗൗരവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കളവിന്റെ ഗൗരവം അറിഞ്ഞിട്ടുണ്ടോ? കളവ് എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു പോകേണ്ടതല്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ, ഞാൻ സാക്ഷി നിൽക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു, സ്വർഗത്തിന്റെ നടുവിൽ ഒരു വീട് കൊണ്ട് ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗം അത് ചില്ലറ കാര്യമല്ല. നാമൊക്കെയും ആഗ്രഹിക്കുന്നത്, നാമൊക്കെയും പ്രവർത്തിക്കുന്നത്, നാമൊക്കെയും കഷ്ടപ്പെടുന്നത്, നാമൊക്കെയും അധ്വാനിക്കുന്നത് ആ ഒരു സ്വർഗത്തിലേക്ക് കടക്കാനാണ്. ആ സ്വർഗത്തിന്റെ നടുവിലായി അതാ അനസഈമും ബിബൈത്തിൻ ഫീ വസതിൽ ജന്നാ, സ്വർഗത്തിന്റെ നടുവിലായി ഒരു വീട് നിനക്ക് പണിത് തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. എന്തിനാ, ആർക്കാണ്? പ്രിയപ്പെട്ടവരെ, ലിമൻ തറക്കൽ കദിബാ, ജീവിതത്തിൽ കളവ് ഹോബിയാക്കാത്തവർ, ജീവിതത്തിൽ കളവ് പറയാത്തവർ, ജീവിതത്തിൽ കളവിന് കൂട്ടു നിൽക്കാത്തവർ, ജീവിതത്തിൽ കളവിന് പ്രേരേപിക്കാത്തവർ, മക്കളെ കളവ് പറഞ്ഞ് പഠിപ്പിക്കാത്തവർ, കളവിനോട് കൂട്ടുനിൽക്കാത്ത സച്ചരിതരായ ജനങ്ങൾക്ക് അതാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അതാ സ്വർഗം നൽകുമെന്ന് ഹബീബ് തങ്ങൾ പറയുകയാണ്. അവന്റെ ജീവിതത്തിൽ അവൻ കളവ് പറഞ്ഞിട്ടില്ല, ഒരിക്കലും അവൻ കളവ് പറയുന്നില്ല. ആ നിലക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ കളവില്ലാത്ത ഒരു ജീവിതം നാം ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവനിക്ക് സ്വർഗത്തിൽ ഒരു വീട് തരാമെന്ന് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല. എത്ര കളവുകളാ നാം പറയുന്നത്, എത്ര തമാശകളാ നാം പറയുന്നത്. ഒരുപാട് കളവുകൾ ഉണ്ടാക്കി അന്യവനെ ചിരിപ്പിക്കാൻ, അന്യവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, സദസ്സിൽ മാർക്കറ്റ് കിട്ടാൻ വേണ്ടി
കൂടെയിരുന്ന ആ കൂട്ടായ്മയിൽ ഒന്ന് രസിക്കാൻ വേണ്ടി എത്ര കളവുകളാണ് തമാശക്ക് നാം പറയുന്നത്. വൈകാന മസിഹാ, തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല. കളവ് പറയാത്ത ഒരു ജീവിതമുണ്ട്. സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് തരാമെന്ന് സാദിഖുൽ മസ്ഊദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിക്കുന്നു, ഹൽ യസ്നിൽ മുഅ്മിൻ, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈമാനുള്ള ഒരു മനുഷ്യൻ, ഹൽ യസ്നിൽ മുഅ്മിൻ, ഈമാനുള്ള മനുഷ്യൻ അവന് വ്യഭിചരിക്കുമോ? ഹബീബ് തങ്ങൾ പറയുന്ന കദിയകൂനു മിൻ ദാലിക, വല്ലപ്പോഴും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപക്ഷേ കളവ് വന്നുപോയ വ്യഭിചാരം ഉണ്ടായേക്കാം. വീണ്ടും സഹാബ ചോദിക്കുന്നു, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഹൽ യസ്രിഖുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ കത്തുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഖാല ഖദ് യകൂനു മിൻ ദാലിക, സംഭവിച്ചേക്കാം, ഒരുപക്ഷേ കട്ടേക്കാം. വീണ്ടും സ്വഹാബ ചോദിക്കുന്നു, ഹൽ യക്ദിബുൽ മുഅ്മിനു, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഖൽബിൽ ഈമാൻ കടന്ന മനുഷ്യൻ കളവ് പറയുമോ നബിയേ? ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നില്ല, ഈമാനുള്ള മനുഷ്യനിക്ക്, മുഅ്മിനായ മനുഷ്യനിക്ക് ഒരിക്കലും കളവ് പറയാൻ കഴിയില്ല. ഒരുപക്ഷേ ജീവിതത്തിൽ വ്യഭിചരിച്ചേക്കാം, കട്ടേക്കാം, കളവ് ഒരിക്കലും പറയൂല, കളവിന് കൂട്ടുനിൽക്കൂല, കളവിന് പ്രോത്സാഹനം നൽകൂല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കളവിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള സത്യസന്ധമായ ജീവിതം, ആ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മഹ്ദി അവറുകൾ അവിടുന്ന് പ്രോത്സാഹനം നൽകുന്നത്. അങ്ങനെ സുബ്ഹാനല്ലാഹ് യാത്ര തുടരുന്നു. ബഹുമാനപ്പെട്ടവരെ അതാ ബഗ്ദാദിലേക്ക് പോകുന്ന ഒരു യാത്രാ സംഘത്തോടൊപ്പം അയക്കുകയാണ്. 40 ദീനാറുമായി ഒരു അതാ കോന്തലിൽ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് അയക്കുന്നു. അതാ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. യാത്രയെ കൊള്ള സംഘം പിടികൂടുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ഓരോരുത്തരെയും ചോദിക്കുന്നു. അവരെ കയ്യിലുള്ള പൈസകളും സമ്പത്തുകളെല്ലാം കൊള്ളയടിക്കുന്നു. ഈ ചെറുപ്രായമുള്ള ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി 18 പ്രായമാണ്. ആ ശൈഖിനോട്, അബ്ദുൽ ഖാദിർ ജീലാനിയോട് ചോദിക്കുന്നു, യാ ഫഖീർ മാ മഅക്, ഓ ഫഖീറേ, അങ്ങയുടെ കയ്യിൽ എന്താ ഉള്ളത്? സത്യം പറയുകയാണ്, എന്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ട്. അദ്ദേഹം മനസ്സിലാക്കി, ഈ കുട്ടി എന്നെ പരിഹസിക്കുകയാണ്. വീണ്ടും ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നു, വീണ്ടും മറുപടി കൊടുക്കുന്നു, എന്റെ കയ്യിൽ 40 സ്വർണ്ണ നാണയമുണ്ട്. ആ രണ്ടുപേരും കൂട്ടത്തോട് പോയി തലവനോട് പറയുന്നു, ഒരു കുട്ടി ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അതാ കുട്ടിയെ അവിടുന്ന് ക്ഷണിക്കുന്നു, കൊണ്ടുവരുന്നു. അതാ സദസ്സിലെത്തിക്കൊണ്ട് ചോദിക്കുന്നു, അല്ലയോ കുട്ടി, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? 40 ദീനാറാ, 40 സ്വർണ്ണ നാണയം എന്റെ കയ്യിലുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് പറഞ്ഞു, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘകാലം അവിടുത്തെ നേതൃത്വം അല്ലാഹു തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. വാക്കുകൾ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ശൈഖ് അവറുകളോട് അതാ കൂട്ടത്തിലെ തലവൻ ചോദിച്ചപ്പോ അവിടുന്ന് സത്യമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് ആ തലവൻ
ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, മാ ഹമലക അലാ ഹാദൽ ഇഅ്തിറാഫ്, ഈ ഒരു സത്യം പറയാൻ അങ്ങയെ പ്രചോദിപ്പിച്ചത്, പ്രോത്സാഹിപ്പിച്ചത് എന്ത് കാര്യമാണെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു ഇന്ന ഉമ്മി ആഹദതനി അലാ സിദ്ഖ്, എന്റെ ഉമ്മ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്, എന്നോട് കരാറ് ചെയ്തിട്ടുണ്ട്, കളവ് പറയാൻ പാടില്ല. വഅന ലാ അഖൂനു അഹദി ഉമ്മി, എന്റെ ഉമ്മാന്റെ വാഗ്ദത്തം ഞാൻ ഒരിക്കലും ലംഘിക്കൂല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം ലഭിച്ചതെന്ന് അവിടുന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ദഖല ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഫി ബഗ്ദാദ്, അങ്ങനെ ബഗ്ദാദിലേക്ക് ചെല്ലുന്നു. വലഹു മിനൽ ഉംരി 18 സന, 18 വയസ്സ് പ്രായമാണ്. വഅംദ ഫി ബഗ്ദാദ് 73. ബഹുമാനപ്പെട്ടവർ ബഗ്ദാദിൽ 73 വർഷം അവിടെ ബഗ്ദാദിൽ അവിടുന്ന് ജീവിക്കുന്നു. അവിടുത്തെ ആ കാലഘട്ടം 2 ഫത്രത്തായിരുന്നു. ഒന്നാമത്തേത് ഫത്രത്തു ദർസി വൽ തഹ്സീൽ, 33 വർഷക്കാലം ബഹുമാനപ്പെട്ടവര് അവിടുന്ന് അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്നു. ഒരുപാട് മഹാന്മാരെ സമീപിക്കുന്നു. മഹാന്മാരെ സന്ദർശിച്ചുകൊണ്ട് അവരെ തബറുക്കെടുക്കുകയും അവരെ ബറക്കത്തെടുക്കുകയും കാന ശൈഖുൽ ജീലാനി റഹിമഹുല്ലാഹ് യസൂറു ഔലിയാ അല്ലാഹുവിന്റെ മഹാന്മാരെ സന്ദർശിക്കുമായിരുന്നു. വയുക്രിമുഹും, അവരെ ആദരിക്കുമായിരുന്നു. വയതബറകു ബിഹിം, അവരെ കൊണ്ട് ബറക്കത്തെടുക്കുമായിരുന്നു. വയുആമിലുഹും ബിഗായത്തിൽ അദബ്, വളരെ ആദരവ് കാണിക്കുകയും വളരെ അദബ് കാണിക്കുകയും ചെയ്യുമായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. പിന്നീട് അവിടുത്തെ രണ്ടാമത്തെ ഫത്രത്തിന്റെ കാലം 40 വർഷമാണ്. ആ 40 വർഷം മുഴുവൻ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആളുകളെ യഥാർത്ഥമായ ദീനിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് ആദർശം പഠിപ്പിക്കുകയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിപ്പിക്കുകയും ഒരുപാട് ഉപദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ സംഭവം പറയുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ അവിടുന്ന് നേരിട്ടിട്ടുണ്ട്. അല്ലാഹു നൽകിയ വലിയൊരു പരീക്ഷണമാണ് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ അതാ വിശപ്പ് എന്നുള്ളത്. ഒരുപാട് ദിവസങ്ങളോളം വിശന്നിരുന്ന അവിടുത്തെ ജീവിതം എന്റെ പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ അവിടുത്തെ ഉമ്മ അതാ ഇറാനിലെ ജീലാനി എന്നുള്ള സ്ഥലത്തിൽ നിന്നും ബഗ്ദാദിലേക്ക് ഒരുപാട് നാണയങ്ങളുമായി ഒരുപാട് ചെലവിന് ആവശ്യമായ സമ്പത്തുകൾ കൊടുത്തയക്കാറുണ്ട്. ചിലതൊക്കെ അദ്ദേഹത്തിനും കിട്ടാറുണ്ട്. ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോകാറുമുണ്ട്. കാരണം സ്ഥിരമായ ഒരു താമസം ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് ഉണ്ടായിരുന്നില്ല. അറിയപ്പെടുന്ന ഒരു അഡ്രസ്സും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അതാ ഭക്ഷണം കഴിക്കാനില്ലാതെ, നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങളില്ലാതെ ഒരുപാട് മുള്ളുകളെയും ഒരുപാട് ഇലകളെയും കഴിക്കേണ്ട സാഹചര്യം ബഹുമാനപ്പെട്ട ശൈഖ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഏതുവരെ എന്ന് വെച്ചാൽ ഇലാം ബഖീതു അയ്യാമൻ ലാ ആകുലു തആമൻ ബൽ അത്തബിഉൽ മൻബൂദാത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദിവസങ്ങളായി ശൈഖ് അവറുകൾ ഭക്ഷണം കഴിക്കാതെ, ഒന്നും കഴിക്കാൻ ഇല്ലാതെ അങ്ങനെ അവസാനം ബൽ അത്തബിഉൽ മൻബൂദാത്ത്,
വേസ്റ്റുകൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ആരെങ്കിലും കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങള്, എന്തെങ്കിലും ബത്തക്കയുടെ തോലുകള്, എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് തേടി നടക്കുമായിരുന്നു. അങ്ങനെ ഒരു പുഴക്കരയിലൂടെ ബഹുമാനപ്പെട്ടവര് നടക്കുകയാണ്. പ്രിയപ്പെട്ടവര്, എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കിട്ടുമോ? വിശപ്പടക്കാനുള്ള ഒരുപാട് ദിവസങ്ങളായി കഴിച്ചിട്ട് വിശപ്പടക്കാനുള്ള വല്ലതും കിട്ടുമോ എന്ന് അതാ ഒരു കടയിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അത് സബകനിൽ ഫുഖറാ, ആ നാട്ടിലുള്ള പാവങ്ങൾ ആ വേസ്റ്റുകളെല്ലാം കഴിച്ചിട്ടുണ്ട്, ഒന്നും കിട്ടിയില്ല. ബഹുമാനപ്പെട്ടവരാ ക്ഷീണിതരായി ഒന്നും കഴിയാതെ അതാ വിശപ്പോടുകൂടെ അതാ അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ഇരിക്കുകയും പ്രിയപ്പെട്ടവരെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ താങ്ങാൻ കഴിയാതെ ബഹുമാനപ്പെട്ടവര് അതാ മരണത്തോട് കല്ലിടുകയാണ്, മരണത്തെ മുമ്പിൽ അഭിമുഖീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് പറയുകയാണ്, മരണം സംഭവിക്കുമോ എന്ന് പേടിച്ചു പോയി. ആ നിലക്ക് ഭക്ഷണങ്ങളില്ലാതെ അതാ പാനീയങ്ങളില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ചവരാണ് പ്രിയപ്പെട്ടവരെ. ആ ബഹുമാനപ്പെട്ടവர்கள் അതാ പള്ളിയിലിരുന്ന് ഭക്ഷണങ്ങളില്ലാതെ ക്ഷീണിച്ചു നിൽക്കുമ്പോ ഒരു മനുഷ്യൻ അതാ പള്ളിയിലേക്ക് കയറി ചെല്ലുന്നു. ആ മനുഷ്യൻ ആ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ വന്ന് അതാ അദ്ദേഹം ഉണക്ക് ഇറച്ചിയും കഴിക്കുന്നു. അദ്ദേഹം ശൈഖ് അവരുടെ മുമ്പിലിരുന്ന് ഒരുപാട് വിശപ്പുകൾ അനുഭവിച്ച മരണത്തോട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ശൈഖിന്റെ മുമ്പിൽ അതാ ഉണക്ക് പത്രിയും അതാ റൊട്ടിയും ഉണക്ക് ഇറച്ചും കഴിക്കുന്നത് കാണുന്നു. അദ്ദേഹം ഭക്ഷണം ഇങ്ങനെ കയ്യിലെടുത്ത് വായിലേക്ക് കൊണ്ടുപോകുമ്പോ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി അറിയാതെ വായ തുറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ വായ തുറന്നു പോകുന്നു. ബഹുമാനപ്പെട്ടവര് ആ ഇമാമ് തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർക്ക് അതാ തന്റെ ഭക്ഷണത്തിൽ നിന്നും ഒരു തുച്ഛം ഭക്ഷണം ബഹുമാനപ്പെട്ട ശൈഖ് അവർക്ക് നൽകുന്നു. അങ്ങനെ ഭക്ഷണം ഇരുവേരും കഴിക്കുന്നതിന്റെ ഇടയിൽ പരിചയപ്പെടുകയാണ്. അങ്ങയുടെ പേരെന്താണ്? അങ്ങയുടെ ജോലി എന്താണ്? ശൈഖ് അവர்கள் പറയുന്നു, ഞാൻ ജീലാനി നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം ആ യുവാവ് പറയുന്നു, ഞാനും ജീലാനി നാട്ടുകാരനാണ്. നിങ്ങൾക്ക് അബ്ദുൽ ഖാദിർ എന്ന ചെറുപ്പക്കാരനെ യുവാവിനെ നിങ്ങൾക്ക് അറിയുമോ? ആ ചെറുപ്പക്കാരൻ ആ യുവാവ് വന്ന യുവാവ് ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്, അത് ഞാൻ തന്നെയാണ്. നിങ്ങൾ ചോദിക്കുന്ന അബ്ദുൽ ഖാദിർ ഉണ്ടല്ലോ, അത് ഞാനാണ്. സുബ്ഹാനല്ലാഹ്, കേട്ട ഉടനെ അദ്ദേഹം അവിടുന്ന് പരിഭ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖം മാറിപ്പോകുന്നു. വല്ലാണ്ട് അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഭാവം മാറിപ്പോവുകയാണ്. എന്തൊരത്ഭുതമാണ്! ഞാൻ ഒരുപാട് ശൈഖ് അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു. ഒരുപാട് ദിവസങ്ങളായി ഞാൻ ഈ ബഗ്ദാദിലേക്ക് വന്നിട്ട്, ഞാൻ വന്നത് ജീലാനിയിൽ നിന്നാണ്. മൂന്ന് ദിവസമായി. നാലാമത്തെ ദിവസമാകുമ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന എന്റെ നാണയങ്ങളെ കൊണ്ട് ഞാൻ ഭക്ഷണം വാങ്ങി ഞാൻ കഴിച്ചതാണ്. പ്രിയപ്പെട്ടവരെ ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ടവരോട് പറയുന്നു, ഞാൻ അങ്ങയുടെ അതിഥിയാണ്. ഈ ഭക്ഷണം നിങ്ങൾക്കുള്ളതാണ്. അങ്ങയുടെ ഉമ്മ ബഗ്ദാദിലേക്ക് വന്ന് അബ്ദുൽ ഖാദിറിനെ കണ്ടുമുട്ടിയാൽ ഈ നാണയത്തുണ്ട് ആ അബ്ദുൽ ഖാദിറിന് നൽകണമെന്ന് തന്നതാണ്. ഒരുപാട് ദിവസങ്ങളായി അന്വേഷിക്കുന്നു, കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ,
അതാ ബഹുമാനപ്പെട്ടവർക്ക് ബാക്കിയുള്ള തുകകൾ കൈമാറി അവര് തമ്മിൽ അതാ സന്തോഷത്തോടെ പിരിയുകയാണ്. പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, ഈമാനുള്ള ജനങ്ങളെ മഹാന്മാരെ അനുസ്മരിക്കണം. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുണ്ട്, ഒരുപാട് മാതൃകകളുണ്ട്. നമ്മുടെ വളർന്നു വരുന്ന പിഞ്ചോമന മക്കൾക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രചോദനമാകുന്ന ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നാം പഠിച്ചുവല്ലോ, ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നൽകുന്നുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങൾ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവർ, അല്ലാഹുവിന് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ച മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല പരീക്ഷണങ്ങൾ നൽകും. ഒരുപക്ഷേ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, അല്ലാഹു തആല ഒരുപക്ഷേ പേടി ഞങ്ങൾക്ക് നൽകിയേക്കാം. അതാ ക്രൂരമായ ഭരണാധികാരികളെ കൊണ്ട്, അതാ മൃഗീയമായ ഭരണങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ പല രീതികളായി നമുക്ക് ഖൗഫ് ഭയം എന്നുള്ള പേടി അല്ലാഹു തന്നേക്കാം. അതേപോലെ തന്നെ വിശപ്പ്, ഭക്ഷണമില്ലാത്ത ദാരിദ്ര്യങ്ങൾ ഞങ്ങൾക്ക് തന്നേക്കാം. ജീവിക്കാൻ ആവശ്യമായ, കുടുംബത്തിന് ആവശ്യമായ സമ്പത്ത്, വീടുകള്, പണങ്ങള്, സ്ഥലങ്ങള് ഒരുപക്ഷെ അല്ലാഹു തആല തരാതിരിക്കാം. അല്ലെങ്കിൽ തന്ന സമ്പത്ത് അല്ലാഹു തആല തിരിച്ചു വാങ്ങിയേക്കാം. എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഒരുപക്ഷേ അതാ സ്വന്തം ശരീരം ആക്സിഡന്റിൽ മരണപ്പെട്ടുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാം, മക്കളില്ലാതെ വന്നേക്കാം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അതാ പലതും നഷ്ടപ്പെട്ടു പോയേക്കാം. അത് പരീക്ഷണമാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ കൃഷികള്, അതിൽ ഒരുപക്ഷെ നാം ആഗ്രഹിച്ചതുപോലെയുള്ള ധാന്യങ്ങളോ അടക്കകളോ തേങ്ങകളോ കൃഷി ഫലങ്ങളോ ഒരുപക്ഷെ വരാതിരിക്കാം. അതെല്ലാം അല്ലാഹു നൽകുന്ന പരീക്ഷണമാണ്. ആരും വിചാരിക്കരുത് അല്ലാഹു ഞങ്ങളെ കൈവിട്ടിട്ടുണ്ട്, അല്ലാഹു ഞങ്ങൾക്കൊരു റഹ്മത്തും നൽകുന്നില്ല എന്നാരും അല്ലാഹുവിനെ പറയുകയോ ആരും നിസ്സാരമാക്കുകയോ ചെയ്യരുത്. കാരണം ഈമാനുള്ള ജനങ്ങൾക്ക് ഈ രീതിയിലുള്ള പരീക്ഷണങ്ങളെല്ലാം നൽകിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അല്ലാഹു തആല നൽകുകയാണ്. ആരും അല്ലാഹുവിന്റെ ഖദർ കൊണ്ട് വിശ്വസിക്കേണ്ടവരാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ആരും തളർന്നു പോകരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹു തആലയുടെ റഹ്മത്തിൽ ആരും ആശ മുറിയരുത്. കാണുന്നില്ലേ പ്രിയപ്പെട്ടവരെ, ആ ഗസയുടെ തെരുവോരങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് അമ്പര ചുംബികളായ അവരുടെ ബിൽഡിങ്ങുകൾ നഷ്ടപ്പെട്ടുകൊണ്ട്, കുടുംബങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട്, സമ്പത്തുകൾ നഷ്ടപ്പെട്ടുകൊണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളോട് എങ്ങനെയാണ് ജീവിതമെന്ന് ചോദിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവരതാ എല്ലാ നിലക്കും നമ്മൾ വീഡിയോ കണ്ടവരാണ്. ഇതെല്ലാം തകർന്ന് തരിപ്പണമായി മക്കളും മാതാപിതാക്കളും കുടുംബങ്ങളും വീടുകളും സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ആ വ്യക്തി, ആ പിഞ്ചോമന മകൻ, ആ വ്യക്തി അവിടുന്ന് ഓതുകയാണ് ഇതെല്ലാം പാവപ്പെട്ട ഗസയിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഈമാനിന്റെ കുറവ് വന്നില്ല. അവര് പറയുന്നത് അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ തളർന്നു പോകരുത്. എപ്പോഴും അൽഹംദുലില്ലാഹ്, അല്ലാഹു തന്ന സമ്പത്തി, അല്ലാഹു തന്നതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ഈമാൻ മുറുകെ പിടിച്ച് ഈമാനിന്റെ ശക്തിയോടുകൂടെ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഔലിയാക്കന്മാരെ കൊണ്ടു നടക്കണം. ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരെ ഔലിയാക്കന്മാരുടെ മഹത്വത്ത് വെക്കുക, അത് മഗ്ഫിറത്തിനുള്ള കാരണമാണെന്ന് ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ നാട്ടിന്റെ എല്ലാ നിരക്കും ആത്മീയമായ ചൈതന്യം നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വലിയൊരു വലിയാണ്. എല്ലാം നേരിട്ട് കണ്ടറിഞ്ഞ് അവിടുത്തെ ജീവിതത്തിൽ വരച്ചു കാണിച്ച ഒരു വലിയൊരു ഉദാത്തമായ ഒരു ജീവിതം, ആർക്കും ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന വലിയൊരു വ്യക്തിപ്രഭാവമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങൾ ഉസ്താദ്. മുറുകെ പിടിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ വേവലാദികൾ അവിടെ പോയിട്ട് പറയണം. അവിടെ ജീവിതത്തിൽ ഹബീബ് തങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും അവിടുത്തെ ആ നീയത്തിന്റെ വിശാലത നാമൊക്കെ പഠിച്ചവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവരെ മനസ്സിലൊരു ഇടം നമുക്ക് വേണമെങ്കിൽ ബഹുമാനപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം പുലർത്തണം. അൽഹംദുലില്ലാഹ്, നാം ഭാഗ്യവന്മാരാണ്. അവിടുത്തെ പിഞ്ചോമന മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീർ, ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ ഉസ്താദ്, അവിടുത്തെ പ്രിയപ്പെട്ട മരുമകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ ഉസ്താദ് നമുക്കെല്ലാത്തിനും മാതൃകാപരമായ ജീവിതം കാട്ടിത്തരുന്നവരാണ്. നാം ബന്ധം പുലർത്തണം. എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് പോയി പറയണം. അത് നമുക്കെല്ലാത്തിനും പരിഹാരമാണ്. അഹ്ലുൽ ബൈത്ത് എന്നുള്ളത് എത്ര അവരെ സമീപിച്ചാലും എത്ര കൊണ്ടു നടന്നാലും അത് നമുക്ക് മതിയാവുകയില്ല. അത് വലിയ അല്ലാഹു തആല നൽകിയ സമ്പത്താണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹത്തായ മദ്ഹർ എന്നുള്ള മഹനീയ സ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ പ്രചാരകരാകുകയും ആ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങൾ അവിടുത്തെ ആത്മീയമായ ആ നിയന്ത്രണത്തിൽ അവിടുത്തെ കൽബിൽ നാം ഒരു പതിയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ മദ്ഹറുമായി നടത്തണം, ഈ സ്ഥാപനവുമായി നടത്തണം. സാദാത്യങ്ങളുമായുള്ള ബന്ധം വേണം. ഇൻഷാ അല്ലാഹ് നാം അനുസ്മരിച്ച് വന്നത് ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെയും ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമ തങ്ങളെയും അതേപോലെ തന്നെ നൂറുൽ ഉലമ തങ്ങളെ ഉസ്താദിനെയുമാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും വലിയ അനുസ്മരണ പരിപാടി, വലിയ ആണ്ട് നേർച്ച മഹത്തായ ജാമിയ സാനിയ അറബിയയിൽ ഇതേ വരുന്ന ഒക്ടോബർ 22, 23, 21, 22 തീയതികളിൽ നടക്കുകയാണ്. എല്ലാവരെയും ആ മഹത്തായ ആ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ദീർഘായുസ്സ് കൊടുക്കട്ടെ. എല്ലാവിധ നന്ദി അറിയിക്കുന്നു.